റോസ് പെൻ ബ്ലോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്ത് കുറച്ചായി എനിക്ക് റിസൾട്ട് കണ്ടിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് അത് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. യു ക്യാൻ ട്രൈ, ഇറ്റ് മൈറ്റ് ഹെൽപ്പ് യു. എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ മുടിയാണ് ഉള്ളത്. സോ പാരമ്പര്യമായിട്ട് എൻ്റെ ഗ്രാൻഡ് മദറിന് മുടി നല്ലപോലെ നമ്മുടെ അടുത്തുനിന്ന് പോണ വരെ നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പം എനിക്കും അതായിരിക്കാം. എൻ്റെ അമ്മയ്ക്കും നല്ല മുടി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അമ്മയുടെ മുടിയല്ല കിട്ടിയിരിക്കുന്നത്. അമ്മയ്ക്കിപ്പം കുറച്ച് മുടിയൊക്കെ പോയി, പക്ഷേ അമ്മയ്ക്ക് ഇവിടെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ല മുടിയാണ്. പക്ഷേ എനിക്കങ്ങനെ ഇല്ല. എനിക്ക് എൻ്റെ അപ്പയുടെ പോലെയാണ്. ബിക്കോസ് എനിക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ കുറച്ച് മുടി അധികം ഇല്ല, പക്ഷേ താഴേക്കുള്ള ലെങ്ത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് വയ്ക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പയുടെ ഭാഗത്തുള്ള മുടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഐ വുഡ് സേ നമുക്ക് കുറേ ജെനറ്റിക്സാണ് ഇത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുടി, സ്കിന്ന്, ഏജ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജെനറ്റിക്സ് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളതും കൂടെ ഹെൽപ്പ് ചെയ്യും. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഒരു 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 7ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ബോയ് കട്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും മുടിയായിരുന്നു. അതിൽ കൂടുതൽ അമ്മ വളർത്തില്ലായിരുന്നു, സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് 10th പഠിക്കുമ്പോൾ എനിക്ക് തന്നെ ആ പരിസരത്ത് തന്നെയുള്ള ആൾക്കാരിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മുടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഭയങ്കര പൊന്തിയിരിക്കുന്ന ടൈപ്പുള്ള മുടിയായിരുന്നു. കേളിയല്ല, സ്ട്രെയിറ്റും അല്ല, ഇൻ ബിറ്റ്വീൻ ഒരു വേവി. അപ്പം കുറേ നല്ല വോളിയം, കയ്യിൽ കിട്ടാൻ പറ്റാത്തത്രയും മുടിയായിരുന്നു. പിന്നെ അതിനുശേഷം ലിറ്ററലി മുട്ട് വരെയുള്ള മുടിയായിരുന്നു. എൻ്റെ കയ്യിൽ പിക്ചേഴ്സൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ കോയമ്പത്തൂർ പോന്നു. കോയമ്പത്തൂർ ഇല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ മുടി കുറച്ച് വെട്ടി, ഹിപ്പ് വരെ വെട്ടിയായിരുന്നു. പക്ഷെ എന്നാലും നല്ല ലെങ്ത്തും നല്ല വണ്ണം ഉണ്ടായിരുന്നു. മുടി കൊഴിയായിരുന്നു, വരുമായിരുന്നു. എന്താ പറയുക, സ്കൂളിലൊക്കെ പോകുമ്പോൾ 2ആയിട്ട് പിന്നിടണമായിരുന്നു. അപ്പോൾ അമ്മ 2 ഭാഗത്തും കുളിച്ചൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ വന്ന്, രാവിലെയൊക്കെ കുളിക്കണമല്ലോ, അപ്പം തന്നെ വന്ന് മുടി കെട്ടി പോവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കെയർലെസ് ആയിട്ടായിരുന്നു അന്ന് മുടി വളർന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു ഓയിലും കാര്യങ്ങളും ഒന്നും ജനിച്ചപ്പോൾ തൊട്ട് പുരട്ടിയിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പെങ്ങാണ്ടും കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുമായിരുന്നു. അത് പെടയെന്ന് ഞാൻ നിർത്തി. ബിക്കോസ് എനിക്ക് ഓയിൽ പറ്റുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഓയിലൊന്നും എന്നെ അധികം യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാനൊരു ജലദോഷവും പനി സ്ഥിരമായി വരുന്ന ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് ചെറുപ്പത്തിലും എൻ്റെ തലയിൽ അധികം ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്ന ഒരു ആളല്ല. പിന്നെ എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ MBA പഠിക്കാൻ കോയമ്പത്തൂർ ചെന്നപ്പം അവിടെ നല്ല ഉപ്പ് അംശമുള്ള വെള്ളമാണ്. അപ്പോൾ മുടി കൊഴിയുന്നുണ്ടായിരുന്നു, പക്ഷെ മുടി വരുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ്, ഞാൻ അത്ര അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. ശേഷം ഞാൻ ബാംഗ്ലൂരും ഇതുപോലെ തന്നെ വെള്ളം മാറിയുള്ള വെള്ളം യൂസ് ചെയ്തുകൊണ്ട് ആ സമയത്തേക്കൊക്കെ ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്രൗൺ ഭാഗത്ത്, അതായത് ഈ ഒരു ഏരിയ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ നല്ല ചുണ്ട് കിടക്കും, മുകളിൽ നല്ല കുറച്ച് ഒതുങ്ങി കിടക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്കാണ് ഒരു MBA കഴിഞ്ഞ് ഒരു 2-3 ഇയേഴ്സ്, ഒരു 5-6 ഇയേഴ്സ് ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് സ്ഥിരം നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ലെങ്ത്തൊക്കെ കുറച്ചിട്ട് ഇത്രയാക്കിയത്, നമുക്ക് മാനേജ് ചെയ്യാൻ സുഖമുള്ളതുകൊണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഞാനൊരു ഷാമ്പു അല്ലാതെ കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇവിടെ ഭയങ്കര ക്ലോറിൻ വാട്ടറാണ്. വെള്ളത്തിൻ്റെ ഭയങ്കര ഹെവിനെസ് കൊണ്ട് നമ്മുടെ മുടി കൊഴിയുമായിരുന്നു. എനിക്ക് ഡാൻഡ്രഫ് ശല്യങ്ങൾ ഒന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് സുജിത്തിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് അവരുടെ കൈ എൻ്റെ തലയിൽ ഭയങ്കര ഗുഡാണ്. ഇരിക്കുകയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ, നമുക്ക് മുടി ചീവാനൊന്നും പറ്റത്തില്ല. അപ്പം എനിക്കാണ് ഒരു 12 ഇയേഴ്സായി ഞാൻ മുടി ചീവിയിട്ട്, ഐ ഡോണ്ട് യൂസ് കോംബ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എൻ്റെ മുടി ശ്രദ്ധിക്കുമ്പോഴാണ് എൻ്റെ മുടി കൊഴിയുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, വിൻ്റർ സമയത്ത് എൻ്റെ മുടി നല്ലപോലെ കൊഴിയും, അതുപോലെ തന്നെ വരും.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2018 ഓർ 19 ഓർ സംതിങ് ലൈക്ക് ദാറ്റ് എനിക്ക് മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞായിരുന്നു. എൻ്റെ മുഖത്തെല്ലാം കുരു വന്നായിരുന്നു. പിന്നെ എനിക്ക് മാസം പനി വരുമായിരുന്നു. അപ്പം ഇതെന്താണ് സംഭവം നമുക്കറിയില്ല, നമ്മളതൊരു പനിയാണെന്നല്ലേ കാണുന്നുള്ളൂ. എനിക്ക് നമ്മൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെയൊക്കെ സ്കാൽപ്പ് കാണാൻ തുടങ്ങുന്ന പോലത്തെ മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി ചെക്കപ്പ് ചെയ്തേക്കാം. ഇവിടെ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ അധികം പോവാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വരുന്നു, മുഖത്തൊക്കെ ചിക്കൻ പോക്സ് പോലെ കുരു വരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് അങ്ങനെ കുരു ഒന്നും വരാത്തൊരാളാണ്, അപ്പോൾ അങ്ങനെ പിമ്പിൾസ് വരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഇവിടെ ഒരു ചെക്കപ്പിന് ചെന്നപ്പോഴാണ് അവർ എൻ്റെ വൈറ്റമിൻ ഡി അയണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പക്ഷേ വൈറ്റമിൻ ഡി അന്നത്ര പ്രോമിനൻ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. എനിക്ക് അയണിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അവർക്ക് ഇൻഫ്യൂസ് ചെയ്യേണ്ടിയിരുന്നു, അതായത് ട്രിപ്പ് ഇടുന്ന പോലെ അയൺ കയറ്റേണ്ടി വന്നു അദ്ദേഹത്തേക്ക്. പക്ഷേ അപ്പോൾ മുടി കൊഴിച്ചിൽ ഭയങ്കര ഒറ്റയടിക്ക് നിന്നു എന്നുള്ളതാണ്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് യുവർ അയൺ, പിന്നെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ B12, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഏത് പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും, മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ. ഞാനിവിടെ കുറേ പേർക്ക് അത് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അവരത് ചെയ്തപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കും അയൺ കുറവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കുറവായിരുന്നു. മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമുണ്ടായിരുന്നില്ല. ദേ ഹാഡ് ടു ഇൻഫ്യൂസ്. അങ്ങനെ ഞാൻ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും അയൺ ചെക്ക് ചെയ്യും. അന്നോട്ട് ഇന്ന് വരെ 2 പ്രാവശ്യം ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ കുരുവൊക്കെ വരുന്ന ഒരു ലെവലിൽ നമ്മുടെ മുഖത്ത് ഫുൾ ആക്നേസ് ചിക്കൻ പോക്സ് വരുന്ന പോലെ കുരുവായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഒരു കുരു വന്നാൽ ഓടിപ്പോയി ടെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അയൺ. ഞാനത് ഇതുവരെ അതിനൊരു ചാൻസ് കൊടുത്തിട്ടില്ല. വെച്ചോണ്ടിരുന്ന് അവസാന നിമിഷം വരെ വെച്ചോണ്ടിരുന്ന് അതായിരിക്കുമോ എന്ന് ഓർക്കാനുള്ളൊരു ചാൻസ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ എപ്പോഴും ഷാമ്പു ഒന്നും മാറ്റുന്ന ഒരാളൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഞാൻ പാൻറ്റീനിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഡാൻഡ്രഫ് ഉണ്ടായിട്ടല്ല, ഡാൻഡ്രഫ് വരുമോ എന്നോർത്തിട്ടാണ്. പക്ഷേ അത് ഏതൊരു പാർലറിൽ ചെന്നാലും അതത്ര നല്ല ഷാമ്പു ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് പറ്റും. ഐ റിയലി ലൈക്ക് ദറ്റ് ഷാമ്പു. ഇറ്റ് സൂട്ട്സ് മീ. അത് നമ്മളുടെ ഓരോരുത്തർക്കും ഉള്ള പോലെയാണ് അവരതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതല്ലേ. എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം. മുടി എല്ലാ വർഷവും ഒരിക്കലാണ് ഞാൻ വെട്ടുക. ചിലപ്പോൾ ഞാൻ ഇത്രയാക്കി കളയും, ചിലപ്പോൾ ഞാൻ ഇത്രയാക്കി വയ്ക്കും, ചിലപ്പോൾ ഞാൻ ഒരു വർഷം കൊണ്ട് അത് ഭയങ്കരമായിട്ട് നീട്ടും. എനിക്ക് മുടി നല്ലപോലെ വളരുന്ന ഒരാളാണ്. കൊഴിയുന്നുണ്ടെങ്കിലും വളരും. അപ്പം ആ ഒരു ഫാക്ടറൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അയണിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പക്ഷേ എനിക്ക് നല്ലപോലെ മുടി കൊഴിയും. ലാസ്റ്റ് ഇയർ എനിക്ക് ഒട്ടും മുടി കൊഴിയുന്നുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, കൊഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ എനിക്ക് നല്ലപോലെ കൊഴിഞ്ഞു. നല്ല സ്ട്രെസ്സുള്ള സമയമായിരുന്നിട്ട് പോലും എനിക്ക് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സമയമൊക്കെ. പിന്നെ സ്ട്രെസ് ഒരു ഫാക്ടറാണ് മുടി കൊഴിയാൻ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പോസിറ്റീവ് സ്ട്രെസ് ആണെങ്കിലും നെഗറ്റീവ് സ്ട്രെസ് ആണെങ്കിലും മുടി കൊഴിയും. അത് അന്ന് തന്നെ ആയിരിക്കില്ല കൊഴിയുന്നത്, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ കൊഴിയും. ഒരു ദിവസം 100 മുടി വരെ കൊഴിയാം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും നീളമുള്ള മുടി ആയിരിക്കുമ്പോൾ താഴെ വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് നെഞ്ച് വേദന എടുക്കും. അതാണ് അതിൻ്റെ സത്യം. 2022 ഞാൻ നാട്ടിൽ ചെന്നപ്പം സാജിദ് ആൻഡ് സുജിത്തിൻ്റെ അടുത്തല്ലാതെ ഐ വെൻറ്റ് ടു ലോറ സലൂൺ. എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് മുടി ഇത്രയും അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബോട്ടോക്സ് ചെയ്തു. മുടിയിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെ അത് ഭയങ്കര പ്ലെയിനായിട്ട് ഇങ്ങനെ വടി പോലെ കിടന്നിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇതുവരെ ട്രീറ്റ്മെൻ്റ് ഒന്നും മുടിയിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ആ വർഷം മുടി കൊഴിഞ്ഞിട്ടില്ല. മേ ബി എനിക്ക് അത്ര നീളമില്ലായിരുന്നത് കൊണ്ടായിരിക്കാം, പിന്നെ മുടിയിൽ കെട്ടുപിടിക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം. എഗെയിൻ ഞാൻ കോമ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ മുടിയിൽ കെട്ടുപിടിക്കത്തില്ല കാര്യം. അത് എന്തൊക്കെ ചെയ്താലും അത് വടി പോലെ തന്നെ കിടക്കും. അപ്പോൾ അത് നീണ്ട് വളർന്നതിന് ശേഷം ഞാൻ പിന്നെ സജിത്ത് ആൻഡ് സുജിത്തിൻ്റെ അടുത്ത് തന്നെ പോയി. എനിക്ക് അവിടെയാണ് ഇഷ്ടം. എനിക്ക് മുടി വളരിൽ കുറച്ച് കുറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കയ്യിലൊക്കെ വിശ്വാസമുണ്ട്. അപ്പം അവരുടെ അടുത്ത് തന്നെ പോയി. എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നല്ലപോലെ മുടി കൊഴിഞ്ഞായിരുന്നു.
ഞാൻ കരുതി നമ്മളുടെ ഏജൊക്കെ കൂടുമ്പോൾ നമ്മുടെ ഹോർമോൺസും കാര്യങ്ങളും ഒക്കെ നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ ഐ നീഡ് ടു ടേക്ക് കെയർ. മുടി വളർന്നാലും വളർന്നില്ലെങ്കിലും ഐ നീഡ് ടു ടേക്ക് കെയർ എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഹെയർ കെയർ റൊട്ടീനിലേക്ക് കടന്നു. ആൻഡ് ഞാൻ മരുന്ന് കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാനൊരു ഹെയർ കെയർ റൊട്ടീനിൽ കടന്നു. പക്ഷെ അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്നും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. യു ഹാവ് ടു ബി റിയലി കൺസിസ്റ്റൻറ്റ്, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ലാസ്റ്റ് ഇയർ നല്ലപോലെ മുടി കൊഴിഞ്ഞ സമയത്ത് ഞാൻ കുറേ ഇതിനെപ്പറ്റി വായിച്ചു. അപ്പോൾ എൻ്റെ അയൺ ഞാൻ ചെക്ക് ചെയ്തു. അയൺ കുഴപ്പമില്ല. സ്ട്രെസ്സുണ്ട്, അത് എപ്പോഴും ഉണ്ട്, ജോലിയുടെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് മുടിയുടെ പേരിൽ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. കരുതി വായിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് ബയോട്ടിൻ ടാബ്ലറ്റ്സ് എടുത്ത് നോക്കാനായിട്ട്. പക്ഷെ അത് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലാതെ നമുക്ക് നോർമൽ മൾട്ടിവിറ്റമിനൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് മേടിക്കാം മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അങ്ങനെ ഞാൻ ബയോട്ടിൻ ടാബ്ലറ്റ് എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ തല കുളിക്കത്തുള്ളൂ. ഇവിടെ അത്ര ചൂടും പൊടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വരാറില്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസമേ തല കുളിക്കുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കുളിക്കേണ്ടവർക്ക് കൂടുതൽ തല കുളിക്കാം. അതൊരു ഭയങ്കര പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പാടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ മുടി എൻ്റെ അരയ്ക്കൊപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഉറങ്ങിയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ മുടി കെട്ടി വയ്ക്കാറില്ല, അഴിച്ചാണ് ഇടാറ്. പിന്നെ ഞാൻ മോസ്റ്റ്ലി മുടി ഇവിടെ കെട്ടി വെച്ചാണ് നടക്കാറ്. ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തുറന്നു കിടത്തുള്ളൂ. ഞാൻ റിയലൈസ് ചെയ്തത് ഇവിടെയൊക്കെ നല്ലപോലെ കെട്ടിപിടിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പം കെട്ടിപിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുടി തിന്നാവാൻ തുടങ്ങി. തിന്നാവുമ്പോഴാണ് അത് നമ്മൾ കെട്ടാവുന്നത് ഇവിടെയൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബയോട്ടിൻ ടാബ്ലറ്റ്സ് എടുക്കാൻ തുടങ്ങിയത്, മുടി കുറച്ച് തിക്കാവാനായിട്ട്. പിന്നെ ഞാൻ കുറേ റിസർച്ച് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് കെരാസ്റ്റയുടെ പ്രോഡക്ട്സ്. അതായത് കെരാസ്റ്റയ്ക്ക് പല തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മേടിക്കണം എന്ന് മാത്രം. അതെല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത് പറ്റി. ഓൺ ദി എക്സ്പെൻസീവ് സൈഡാണ് എല്ലാ പ്രോഡക്ട്സും. ആ പ്രോഡക്ട്സ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. എൻ്റെ മുടിക്കഥ ഇത്രയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, കെരാസ്റ്റ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മുടി കൊഴിച്ചിൽ കുറവ് ഉണ്ട്. അത് ബയോട്ടിൻ കാരണമാണോ കെരാസ്റ്റ കാരണമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ഹെൽപ്സ് മീ എ ലോട്ട്. ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു, റഫായിട്ട് മുടി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മുടിയിൽ സെറം ഒന്നും തേക്കത്തില്ലായിരുന്നു. പക്ഷേ സെറം തേക്കുമ്പോഴത്തേക്കിനും എനിക്ക് മെൻ്റലാണ് മുടി കൊഴിയുന്ന പോലെ തോന്നും. പക്ഷെ അല്ല, അത് നോർമലായിട്ട് മുടി കൊഴിയുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ സെറം തേക്കാൻ തുടങ്ങി. ആൻഡ് ലാസ്റ്റ് ഇയർ ഞാൻ ഹെയർ ബൈ മുകേഷിൽ പോയിട്ട് മുടി ഇതൊരു ബോട്ടോക്സും കെരാറ്റിനും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സാണ്. പക്ഷേ എനിക്ക് മുടി വടി പോലെ കിടക്കണ്ടായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് സം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ ടു മൈ ഹെയർ. സോ ഞാൻ ചെയ്തത് കെരാറ്റിനും ബോട്ടോക്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു മുകേഷിൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു രക്ഷയില്ലാത്ത എക്സ്പെൻസീവ് ആയിരുന്നു. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മുടി നാച്ചുറലായിട്ട് വേണം. ബട്ട് എനിക്ക് എൻ്റെ മുടിയിൽ കൂടി ഇങ്ങനെ വിടുമ്പോൾ എൻ്റെ കൈ താഴേക്ക് പോകണം. അപ്പോൾ ആ ഒരു ലെവലിലാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോഡക്ട്സ് കൂടുതലും ഇവിടെ യൂസ് ചെയ്ത് ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ മുടി നാച്ചുറലായിട്ട് തന്നെ കിടക്കും. പക്ഷേ എൻ്റെ ഈ മുടി ഇങ്ങനെ ഇരിക്കുന്ന മുടിയാണ്. അതൊന്ന് ഒതുങ്ങി, കെട്ടുപിടിക്കൽ കുറഞ്ഞു എന്നല്ല, ഇല്ല. ആൻഡ് മുടിയിലേക്ക് കുറച്ച് എനർജി കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒതുങ്ങി കിടക്കുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമല്ല, അത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെയാണ്. പക്ഷേ വടി പോലെ കിടക്കാത്തതിൻ്റെ കാരണം നാച്ചുറലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്ന ആളായിരുന്നു. അത് ഞാനിപ്പോൾ ചെയ്യുന്നേ ഇല്ല. അത് എനിക്ക് പറ്റാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. എനിക്ക് സ്ട്രെയിറ്റ്നർ, എനിക്ക് സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെയും തിങ്കിങ്ങും ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ടായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഇതിങ്ങനെ ഒതുങ്ങി കിടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഡൈസൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യും, മുടി ഉണക്കും. കാര്യം ഇവിടെ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ മുടി ഉണങ്ങാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പം ഞാൻ മുടി ജസ്റ്റ് ഒന്ന്
ഡ്രൈ ചെയ്യും. ഡൈസൺ യൂസ് ചെയ്തിട്ട് അതിൽ വളരെ മിനിമൽ ഹീറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുളിച്ച് കഴിയുമ്പം മുടി കുറച്ച് പോകും, ദാറ്റ്സ് ഓക്കെ. അല്ലാതെ ഡെയിലി എനിക്ക് പോകുന്നത് വളരെ വളരെ കുറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രൊഡക്ട്സിലേക്ക് കിടക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് കെരാസ്റ്റയുടെ ജെനസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ജെനസിസിൻ്റെ ഷാംപൂ, ജെനസിസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ കെരാസ്റ്റയുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഓരോ നമ്മളുടെ മുടിയുടെ പ്രശ്നങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോഡക്ട്സ് മേടിക്കേണ്ടത്. ഞാൻ മേടിച്ചിരിക്കുന്നത് ജെനസിസ് ആണ്. ദിസ് ഈസ് ടു പ്രിവെൻറ്റ് ഹെയർ ഫോൾ. അത് മുടിയുടെ ഇവിടുത്തെ കാര്യങ്ങളെ കുറച്ച് സ്ട്രെങ്തൻ ആക്കും. ഓൾസോ നമ്മുടെ മുടീനെ കുറച്ച് സ്ട്രെങ്തൻ ആക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉള്ളിലേക്ക് കയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ദിസ് ഹെൽപ്സ് യുവർ ഹെയർ ടു ബിക്കം ബിറ്റ് മോർ തിക്ക്, സോ ദാറ്റ് ഇടയിൽ വെച്ച് പൊട്ടിപ്പോണ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കെരാസ്റ്റയുടെ ജെനസിസ് ഫാമിലിയിലുള്ള പ്രൊഡക്ട്സ്. നിങ്ങൾ കെരാസ്റ്റേനെ പറ്റി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രോഡക്റ്റ് റേഞ്ചും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാൻറ്റീൻ്റെ ഷാംപൂ യൂസ് ചെയ്യും. സ്കാൽപ്പ് നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതും കൂടി യൂസ് ചെയ്യും. നല്ല മണമാണ്. എനിക്ക് സെൻറ്റഡ് പ്രോഡക്ട്സ് ഇഷ്ടമല്ല, പക്ഷേ ഷാംപൂ മുടി എപ്പോഴും നമുക്ക് നല്ല കുറച്ച് മണമുള്ളത് നല്ലതല്ലേ. സോ ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഷാംപൂ യൂസ് ചെയ്ത് മുടി നല്ലപോലെ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കെരാസ്റ്റയുടെ തന്നെ കണ്ടീഷണറാണ്, ജെനസിസിൻ്റെ. സോ ഈ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടീഷണർ ഞാൻ കയ്യിൽ ഒരു ഇത്രയും എടുത്തതിന് ശേഷം നല്ലപോലെ ആക്കിയതിന് ശേഷം ചെവിയുടെ കീഴ്പോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കും. സ്റ്റാൻഡ് ദെയർ ഫോർ മിനിമം 3 minutes. ഞാൻ അവിടെ നിൽക്കും. അപ്പം ചൂടുവെള്ളമൊക്കെ വെച്ച് ദേഹത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്കിനും ആ 3 minutes പോകുന്ന അറിയത്തില്ല. ഞാൻ പാട്ടൊക്കെ കേട്ട് നല്ല രസമായി കുളിച്ചത് ഞാൻ എൻജോയ് ചെയ്യും. ദർ വാസ് എ ടൈം ഞാൻ കുളിക്കാൻ വേണ്ടി വെറുതെ പോയിട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. നൗ ഇറ്റ്സ് എ ടൈം ഫോർ മീ ടു ലിറ്ററലി എൻജോയ് മൈ ഷവർ. പാട്ടൊക്കെ കേട്ട് രസമായിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം. കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം ഒരു 3 minute തൊട്ട് 5 minute വരെയൊക്കെ നിന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. മുടി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കുളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റായിട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും ആ വെള്ളം വീഴുമ്പോൾ തന്നെ. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് മുടി പോകും. അത് ഇവിടെ നിന്ന് പോകുന്നതല്ല, നമ്മുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന എന്തായാലും നാളെ കൊഴിയാനുള്ള മുടി ഇങ്ങ് പോരുന്നതാണ്. അപ്പോൾ അത് ഓർത്തിട്ട് പേടിക്കേണ്ട. ഞാൻ അങ്ങനെയൊക്കെ പേടിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എക്സ്പീരിയൻസ് കൊണ്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുളിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രോഡക്ട്സാണ്. കെരാസ്റ്റയുടെ തന്നെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഈ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് കെരാസ്റ്റയുടെ തന്നെ ജെനസിസിൻ്റെ ഫാമിലിയിൽ വരുന്ന സെറമാണ്. ആൻറ്റി ഹെയർ ഫോൾ ഫോർട്ടിഫൈയിങ് സെറം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എന്ന് പറയുമ്പോൾ തുറക്കുക, ഒരു ഫുൾ ഇവിടെ ഒരു വര ഉണ്ട്, ആ വര വരെ എടുക്കുക. എടുത്തതിന് ശേഷം എല്ലാ സ്കാൽപ്പിലേക്ക് എല്ലാ ഏരിയയിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ആ ഒരു സ്ക്വീസ് ചെയ്യുന്ന മാത്രം മതി. എന്നിട്ട് ഐ റിയലി ഡു എ മസാജ് ഫോർ 3 minutes ഓർ സോ. എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യാൻ കുറച്ച് സമയം ഞാൻ കണ്ടെത്താറുണ്ട്. നല്ലപോലെ സ്കാൽപ്പ് മസാജ് ചെയ്യും. സ്റ്റിക്കി ഒന്നല്ല, ഒരു വെള്ളം ഫീൽ തന്നെയാണ്. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മസാജ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഐ യൂസ് ന്യൂട്രിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലിയിലുള്ള, നമ്മുടെ ജെനസിസിൻ്റെ ഫാമിലിയുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ, ന്യൂട്രിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള 8H മാജിക് നൈറ്റ് സെറം. ഇത് യൂസ് ചെയ്യും. ഇത് മുടിക്ക് ആ രാത്രി ഉറങ്ങുമ്പം അതിനുള്ള കുറച്ച് നമ്മൾ എനർജി, കുറച്ച് ഫുഡ് കൊടുക്കുകയാണ്. ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓവർനൈറ്റ് ബ്യൂട്ടി സ്ലീപ്പ് ഹൈലി നറിഷിങ് സെറം ഫോർ ഡ്രൈ ഹെയർ. അത് നല്ലപോലെ ഞാൻ തേച്ചിട്ട് ആണ് കിടക്കുന്നത്. ഇത് രണ്ടും ഞാൻ എവറി ഡേ യൂസ് ചെയ്യും. ഇത് മുടിയിലേക്ക് പരട്ടത്തില്ല, സ്കാൽപ്പിൽ മാത്രമാണ്. പക്ഷെ ഇത് സ്കാൽപ്പിലല്ല, മുടിയിലാണ്. 2 സ്ക്വീസ് ഞാൻ ചെയ്യുള്ളൂ. ബിക്കോസ് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷിച്ചാണ് ഞാൻ ചിലവാക്കുന്നത്. പിന്നെ ഉള്ളതാണ് എനിക്ക് കെരാസ്റ്റയുടെ തന്നെ എലിക്സിയർ ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലിയിലുള്ള
ഇതിൻ്റെ തന്നെ ഷാമ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് നമ്മൾ ജെനസിസ് കണ്ട പോലെ തന്നെ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഷാമ്പൂ അല്ല യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എനിക്ക് സെറം മാത്രം മതിയായിരുന്നു. ഞാൻ കുറേ റിസർച്ച് ചെയ്തതിന് ശേഷം മേടിച്ചാണ്. ദിസ് വൺ ഇസ് ദി അൾട്ടിമേറ്റ്. അതായത് നമ്മൾ ബ്ലോ ഡ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലോ ഈ സെറം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഹെയറിൻ്റെ കീഴ്പോട്ടും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് മാത്രം യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ്. മുടിക്കും കുറച്ച് ഫുഡൊക്കെ വേണ്ടേ, അപ്പം അത് നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ജെനസിസിൻ്റെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വായിച്ചതിന് ശേഷം കുറേ പേരുടെ എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുക. ചിലപ്പം എൻ്റെ അതേ റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്, ബട്ട് ഐ തിങ്ക് എനിക്ക് നല്ലപോലെ ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും യൂസ് ചെയ്തതിനൊക്കെ ശേഷം, ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ കുപ്പിയാണ്, അപ്പോൾ ഇത്രയും യൂസ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുടി അഴിച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ കെട്ടി വെക്കാറില്ല ഉറങ്ങുന്ന സമയത്ത്. അപ്പം മുടി കെട്ടുപിടിക്കുമായിരുന്നു. ഇപ്പം കെട്ടുപിടിക്കുന്നില്ലെങ്കിലും മുടി ഇങ്ങനെ നമ്മുടെ പില്ലോയിൽ നല്ലപോലെ കിടന്ന് ഒരയുമല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് താല്പര്യമില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മളുടെ കൂടെയുള്ള ആളുടെ ദേഹത്തേക്കും നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പോയി വീഴും. പിന്നെ നമ്മളുടെ തന്നെ ദേഹത്ത് തന്നെ ഇത് വന്ന് വീഴും, പില്ലോയിലൊക്കെ മുടി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഐ ഡു ഇസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു സിറം യൂസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഐ യൂസ് ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്പ് യൂസ് ചെയ്യും. ഇത് നല്ല ക്വാളിറ്റി മേടിക്കാം, ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അത് ഞാൻ ഈ തലയിലേക്ക് ഇട്ടതിന് ശേഷം ഐ ജസ്റ്റ് ക്ലിപ്പ് ഇറ്റ് ഹിയർ. ഭയങ്കര സുഖമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. രാവിലെ വരെ അവിടെ തന്നെ ഇരുന്നോളും. മുടി തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂട്ടിയൊന്നും വെക്കണ്ട, വെറുതെ ഇങ്ങനെ തിരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കയറ്റി അത് അവിടെ തൂങ്ങി ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ട് അത് അവിടെ ഇങ്ങനെ കിടന്നോളും. ഭയങ്കര ഫ്രഷാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. കുഞ്ഞു മുടിയുള്ളവരും വലിയ മുടിയുള്ളവർക്കും എല്ലാം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എങ്ങനെ കെട്ടി വയ്ക്കുന്നത് വേണ്ടായിരുന്നു, ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ആണെങ്കിൽ കുറേ നാൾ നിൽക്കും. ഞാൻ കുറേ നാളെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഐ വുഡ് സേ പാവലിൻ്റെ ഫേവറേറ്റ് തിങ് ആണിത്. ബിക്കോസ് അല്ലെങ്കിൽ എപ്പോഴും മുടി 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 എന്ന് പറയും. പക്ഷേ ഇതിപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും തന്നെ ഞാനിത് അങ്ങ് കെട്ടി വയ്ക്കും. TV കാണാതിരിക്കുമ്പോഴും സോഫയിൽ ചാരി ഇരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ ഇരിക്കാം. ആൻഡ് ഓൾസോ ഫ്ലൈറ്റിൽ പോകുമ്പോഴും ഞാനിത് വെക്കും. അപ്പം മുടി നല്ല ഫ്രഷ് ആയിട്ട്, നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ കാണാൻ വലിയ മെനയൊന്നുമില്ലെങ്കിലും രാത്രി ഇപ്പം ഇറ്റ് ഡസൻറ്റ് മാറ്റർ റൈറ്റ്, നമ്മൾക്ക് കംഫർട്ടബിളായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ആണ് എൻ്റെ ഹെയർ റൊട്ടീൻ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. ഐ ഹോപ്പ് എൻ്റെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നു. ട്രൈ ഇറ്റ് ഔട്ട്. ഇത് പറ്റണം എന്നില്ല, പക്ഷേ മുടി കൊഴിയുന്നവർക്ക് ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ദിസ് ഇസ് ഗോണ ഹെൽപ്പ് യു. ആൻഡ് ഫസ്റ്റ് ഹെൽത്ത് നോക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. ഞാനിങ്ങനെ ഒരു സ്റ്റാൻലിയുടെ വലിയൊരു വാട്ടർ ബോട്ടിൽ മേടിച്ച് വെച്ച് അതെങ്കിലും കണ്ട് വെള്ളം കുടിക്കട്ടെ എന്ന് കരുതി നല്ലപോലെ വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഈ ബയോട്ടിൻ ടാബ്ലറ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഫിഷിൻ്റെ ലിക്വിഡൊക്കെ ഉള്ള ഒരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്മൂതി കഴിക്കുന്നുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഫ്രോസൺ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് പാലും ഷുഗറും ഒന്നും ചേർക്കാതെ എല്ലാ ദിവസവും സ്മൂതിയും കഴിക്കുന്നുണ്ട്. ഇതെൻ്റെ സ്കിന്നിനെയും എൻ്റെ ഹെയറിനെയും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുൾ ആവുമെന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാനിനി എൻ്റെ അടുത്ത സ്കിൻ കെയർ റൊട്ടീനും കൂടി ആയിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ എൻ്റെ റൊട്ടീനൊക്കെ കുറച്ച് മാറ്റി കുറച്ച് നാളായിട്ട്. അതെന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പം അത് നിങ്ങളെയും ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഇറ്റ്സ് ഗുഡ് റൈറ്റ്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സൂൺ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.